ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഒരു വലിയൊരു ടൂറിന് പോവാണ്, ഊട്ടി വരെ. എല്ലാവർക്കും നമസ്കാരം. ഞാനും ഹസ്ബൻഡും കൂടി ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ്. കുറേ നാളായി ഊട്ടിക്കൊന്ന് പോകണമെന്നുള്ള ആഗ്രഹമായി നടക്കുകയായിരുന്നു. കാരണം ഞാൻ പിന്നെ പറയാം കേട്ടോ. ഒറ്റയടിക്ക് ഊട്ടി വരെ ഡ്രൈവ് ചെയ്ത് ക്ഷീണിക്കണ്ടല്ലോ. അതും തന്നെയല്ല, അങ്ങോട്ടിപ്പോൾ ഓടിപ്പോയിട്ട് വരേണ്ട അത്യാവശ്യം ഇല്ലാത്തതിനാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ താമസിച്ച് നല്ലവണ്ണം എൻജോയ് ചെയ്ത് പോകാൻ തന്നെ തീരുമാനിച്ചു. രാവിലെ 6 മണിക്ക് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചു. അങ്കമാലിയിലെത്തിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് പാലക്കാട്ടെ ഫാൻറ്റസി പാർക്കിലാണ്. ഈ ഫാൻറ്റസി പാർക്കിനെ കുറിച്ച് പറഞ്ഞാൽ, ഇത് മലമ്പുഴ ഡാമിന് തൊട്ടടുത്താണ്. ഫാൻറ്റസി പാർക്ക് അതിമനോഹരമായ ഒരു വാട്ടർ തീം പാർക്കാണ്. ഈ ഫാൻറ്റസി പാർക്ക് കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. 1996 ഡ്രൈ റൈഡ്സുമായിട്ട് തുടങ്ങിയതാണിത്. 2002 അത് വാട്ടർ തീം പാർക്കായി അപ്ഗ്രേഡ് ചെയ്തു. സാഹസികത തേടുന്നവർക്കും ആവേശം തേടുന്നവർക്കും ഒക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാനുണ്ട്. ലൈക്ക് സൂപ്പർ ഫ്ലാഷ്, സിപ്സാപ്പ് സൂപ്പ് എന്നും വേണ്ട അനവധി റൈഡുകൾ ഇവിടെയുണ്ട്. രാവിലെ 10 മണി മുതൽ 6 മണി വരെയാണ് പാർക്ക് ടൈമിംഗ്. വീക്കെൻഡിൽ അത് 9:30 മുതൽ 6 മണി വരെയുമാണ്. ഇവിടെ കയറാൻ എൻട്രൻസ് ഫീ ഉണ്ട്. അഡൽസിന് 750 രൂപയും കുട്ടികൾക്ക് 600 രൂപയും പിന്നെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് 550 രൂപയുമാണ് എൻട്രൻസ് ഫീ. അപ്പോൾ ആ എൻട്രൻസ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈഡുകളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡുമാണ്. പാർക്കിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു ലോക്കർ റൂം കാണാം. വെള്ളത്തിൽ ചാടാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബാഗും മറ്റ് സാധനങ്ങളുമൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് ലോക്കർ റൂം ഉപയോഗിക്കാം. അതിന് ചെറിയൊരു ഫീസുമുണ്ട്. അതുപോലെ പൂളിൽ നിന്നും കയറി കഴിഞ്ഞിട്ട് കുളിച്ച് വസ്ത്രം മാറാനൊക്കെ ഇഷ്ടം പോലെ ബാത്റൂമും ഉണ്ട്. അത് നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലവുമാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഈ വാട്ടർ തീം പാർക്കൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാട്ടർ തീം പാർക്കിൽ വരുന്നത്. കാരണം ഈ വാട്ടർ തീം പാർക്കെന്ന് കേൾക്കുമ്പോഴേ അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്ന ഒരു ധാരണയാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്നത് കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഇവിടെ എൻജോയ് ചെയ്യാനും മാത്രമുണ്ട്. ഇവിടെ എന്നാ ആളായിരുന്നെന്നറിയാമോ? ഞങ്ങൾ 11 മണി ആയപ്പോൾ ഇവിടെ എത്തിയതാണ്. എന്നിട്ട് ഈ സമയത്തെ ആളിനെ കണ്ടോ? കയറി വരുമ്പോൾ തന്നെ പൂത്തിരി കത്തിച്ചതുപോലത്തെ ഒരു ഫൗണ്ടനാണ്. നല്ല ഭംഗിയുണ്ടത് കാണാൻ. ഇവിടെ ഞാനൊരു ഫോട്ടോ എടുക്കാനായിട്ടൊരു സ്പോട്ട് നോക്കിയിട്ട് തന്നെ നിന്നൊരു ഫോട്ടോ എടുക്കാനൊന്നും ഒരു രക്ഷയില്ല. അത്രയ്ക്കും ആളാണ്. പിന്നെ ആളുകളുടെ കൂടെ നിന്ന് തന്നെ അങ്ങ് ഫോട്ടോ എടുത്തു. എല്ലാവരും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഈ വാട്ടർ റൈഡുകളൊക്കെ ഉണ്ടല്ലോ, 12 മണിക്കേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ഡ്രൈ റൈഡൊക്കെ ചെയ്യാം. കുറേ ഡ്രൈ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ വരുന്നവർ ആദ്യം ഡ്രൈ റൈഡുകളൊക്കെ ചെയ്തിട്ട് വേണം വാട്ടർ റൈഡിന് പോകാൻ. കാരണം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ നനഞ്ഞ വസ്ത്രവുമായിട്ട് ഡ്രൈ റൈഡിൽ കയറുന്നത് അത്രയ്ക്കും സേഫ് അല്ല. ഇങ്ങനെ പോകുന്ന ഈ റൈഡിലുണ്ടല്ലോ, ഞാനും ഒന്ന് കയറി 1/2 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇതിലൊന്ന് കയറാൻ പറ്റുക. അത്രയ്ക്ക് നീണ്ട ക്യൂ ആയിരുന്നു. എൻ്റെ പൊന്നെ, ഇതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ആകാശത്തു കൂടെ പറക്കുന്നത് പോലെ തോന്നി. അങ്ങനെ ആകാശത്തു കൂടെ അങ്ങനെ പറന്ന് പോകുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിയേ. ആ പൂളും ആകാശവും ആളുകൾ നിൽക്കുന്ന കണ്ടോ? ക്യൂ കണ്ടോ? ഈ റൈഡിന് കയറാൻ നിൽക്കുന്ന ആളുകളാണിത്. സോ ബ്യൂട്ടിഫുൾ. ഈ റൈഡ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും വാട്ടർ റൈഡുകളെല്ലാം സജീവമായി. ആകാശം മുട്ടി നിൽക്കുന്ന സ്ലൈഡുകളിലൂടെ ഊർന്നിറങ്ങി വെള്ളത്തിലേക്ക് എത്തുന്നവരുടെ ത്രില്ലും എക്സൈറ്റ്മെൻറ്റും കാർച്ചയും അട്ടഹാസവും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അത് നോക്കിക്കൊണ്ട് നിൽക്കാൻ തന്നെ എന്നാ രസമായിരുന്നു അറിയാം. നമ്മൾ ചിരിച്ച് മറന്ന് നിന്ന് പോകുന്നത്. അതുപോലത്തെ കുറേ വെറൈറ്റി സ്ലൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. മലകൾക്കിടയിൽ കൂടിയും വളഞ്ഞു പുളഞ്ഞ സ്ലൈഡുകളിൽ കൂടിയും ഒക്കെയുള്ള ഒരു വരവൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, എന്നെ വളരെയധികം ആകർഷിച്ച ഒന്നായിരുന്നു വേവ് പൂൾ.
നമ്മൾ കടലിലൊന്നും ചാടാതെ തന്നെ കടലിലെ തിരകൾ ഇവിടെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. എന്നതാണെങ്കിലും ഈ കൺസെപ്റ്റ് ഒത്തിരി നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ കടൽ കൊണ്ടുപോകുന്ന പേടിയില്ലാതെ, എന്നാൽ കടലിലെ തിരമാലകൾക്ക് സമമായ തിരമാലകൾക്കിടയിലൂടെ എൻജോയ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ മറ്റൊരു കാര്യമാണ്, ഈ പൂളുകളിലും വാട്ടർ റൈഡും ഒക്കെ ധാരാളം സ്ത്രീകളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ചുരിദാറോ ജീൻസോ ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ. അതാണ് എൻ്റെയും അഭിപ്രായം. സ്വിമ്മിംഗ് പൂളിലും കടലിലുമൊക്കെ ഇറങ്ങാൻ ബിക്കിനി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നമ്മൾക്ക് കംഫർട്ടബിളായ വേഷം ഇട്ടുകൊണ്ട് വെള്ളത്തിൽ ചാടുന്നതിൽ ഒരു തെറ്റുമില്ല. എനിവേ, നിങ്ങൾ ഈ ഫാൻറ്റസി പാർക്ക് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കും. വാസ്തവം പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ വേണം ഇവിടുത്തെ റൈഡുകളിലൊക്കെ കയറി തീർക്കാൻ. കാരണം ഓരോ റൈഡുകളിൽ കയറാനായിട്ടും വെയിറ്റ് ചെയ്യേണ്ടത് ഒരുപാട് നേരം നിൽക്കേണ്ടതാണ്. കാരണം എല്ലാവർക്കും എല്ലാ റൈഡിലും കയറുന്നു. പിന്നെ ഇതിനകത്തുണ്ടല്ലോ നല്ലൊരു റെസ്റ്റോറൻറ്റുമുണ്ട്. നമുക്ക് വെളിയിൽ നിന്നൊന്നും ഭക്ഷണം ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ ഈ പാർക്ക് മുഴുവനും ചുറ്റി നടന്നതിന് ശേഷം വൈകുന്നേരത്തോടെ ഞങ്ങൾ പാലക്കാട്ടെ ഹോട്ടൽ മെഡ്ലെ റീജൻസിയിലെത്തി. അവിടെ ഒരു ദിവസം താമസിച്ചു. അവിടെ നിന്നും പിന്നെ ഊട്ടിക്ക് പോയി. ആ വിവരം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അതുവരെ ബായ്.